ഹലോ ഗൈസ്, അപ്പോൾ ഇത് 2-3 ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അതായത് ഞങ്ങളുടെ വീടിനടുത്തുള്ള മാടൻ നടയിൽ ഉത്സവമായിരുന്നു. അപ്പോൾ എഴുന്നള്ളത്ത് വരുന്നത് വരവേൽക്കാൻ വേണ്ടിയിട്ട് വിളക്കൊക്കെ ഒരുക്കി വെച്ച് ഞങ്ങളെല്ലാവരും കൂടി കാത്തു നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മേളിൽ കയറിയെന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ എഴുന്നള്ളത്ത് വന്നു തുടങ്ങിയത്. അപ്പം നമ്മുടെ ഇന്നോസ് ആദ്യത്തെ ഉത്സവം കണ്ടുവെങ്കിലും ഇത് അവളുടെ ആദ്യത്തെ എഴുന്നള്ളത്താണ് കേട്ടോ. ഉത്സവം അപ്പോൾ നടയിൽ അങ്ങനെ എഴുന്നള്ളത്തൊന്നും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇത് ഇന്നോസിൻ്റെ ആദ്യത്തെ എഴുന്നള്ളത്താണ്. ഇത്തൂസ് ഇതിന് മുന്നേ ഒരു എഴുന്നള്ളത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്തൂസിൻ്റെ രണ്ടാമത്തെയും ഇന്നോസിൻ്റെ ആദ്യത്തേതുമാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഇഷാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നോസ് നേരത്തെ കാണിച്ചപ്പോൾ നല്ല ഉറക്കമായിരുന്നല്ലോ. അപ്പോൾ വീണ വന്നതിന് ശേഷം വീണയും ചേച്ചിയും കൂടി എന്തൊക്കെ കാണിച്ചു അവളത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ചുമ്മാ സമയം കളയാൻ നിൽക്കാതെ ആ വിളക്കൊക്കെ കത്തിച്ചു. ഏകദേശം ഇങ്ങനെ എത്താറായിട്ടുണ്ടായിരുന്നു എഴുന്നള്ളത്ത്. ഇന്നോസ് അവളുടെ ആദ്യത്തെ എഴുന്നള്ളത്ത് വരവേൽക്കാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷയുടെ കാത്തിരിക്കണം. അപ്പോൾ ആദ്യം കുറച്ച് ചെണ്ടമേളമൊക്കെയാണ് പോയത്. അത് കഴിഞ്ഞ് അതിൻ്റെ പിന്നാലെ തന്നെ അപ്പോൾ വിളക്കൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നതിന് നേരെ വന്ന് തെയ്യന്താ ഇതുപോലെ ഒന്ന് കുമ്പിട്ടിട്ട് പോലും ഇതെല്ലാം ഇന്നോസ് ഒരുപാട് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കാരണം ആദ്യത്തെ കാഴ്ചയാണല്ലോ അവളുടെ. അതുപോലെ തന്നെ ഈ ഒരു കെട്ട് കാഴ്ച അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊന്നും എല്ലാം നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വന്നത് വീണ്ടും ഒരു ചെണ്ടമേളായിരുന്നു. ശിങ്കാരിമേള ഉണ്ടോ പഞ്ചാരിമേള ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു ചെണ്ടമേള വന്നു. അത് കഴിഞ്ഞ് ദേവികളുടെയും ദേവന്മാരുടെയും ഈ ഒരു കലാരൂപമായിരുന്നു വന്നത്. അതിനുശേഷം പിന്നെ വരുന്നത് ഇതൊരു ഒലക്ക ഡാൻസ് ആയിരുന്നു കേട്ടോ. അതായത് അവരുടെ കയ്യിലിരിക്കുന്ന സാധനം ഒലക്കയാണ്. അത് വെച്ചിട്ട് അവരിങ്ങനെ ഡാൻസ് കളിച്ച് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ 3 പേരല്ല, ഇതിന് പിന്നാലെ വീണ്ടും 3-4 പേര് ഓടി പോകുന്നത് കണ്ടോ. എവിടെ വെച്ച് മിസ്സായതാണെന്ന് തോന്നുന്നു. അവർ ഓടി അവസാനം അവരുടെ കൂടെ എത്തിയിട്ടുണ്ട്. പിന്നെ വന്നാൽ ഈ സംഭവം ഇതിൻ്റെ ഇടയിൽ മറ്റേ പേപ്പറൊക്കെ വെച്ചിട്ട് അവർ ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും നല്ല രസമാണല്ലോ. പേപ്പർ ഇങ്ങനെ പറക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. അത് അവരിവിടെ കളിച്ചില്ല അങ്ങനെ. അപ്പോൾ ഇന്നോസ് ഇവിടെ ഇരുന്ന് നല്ല രീതിയിൽ കാണുവാണ്. നെക്സ്റ്റ് വന്നത് ആ ഫ്ലോട്ടായിരുന്നു കേട്ടോ. അത് ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാനേ പറ്റുള്ളായിരുന്നു. കാരണം അവരിങ്ങനെ ഇങ്ങനെ ഇവിടെ നിർത്തി കളിപ്പിക്കുകയോ അതുപോലെ വർക്ക് ചെയ്യിപ്പിക്കുകയോ ഒന്നും ചെയ്യത്തില്ലല്ലോ. അതൊക്കെ ജംഗ്ഷനിലോ ഏതെങ്കിലും ക്ഷേത്രത്തിന് മുന്നിൽ അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അത് അടുത്ത വന്നത് നമ്മുടെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരായിരുന്നു കേട്ടോ. 3 പേരുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചിറക്കര ശ്രീറാം, ഒന്ന് പുത്തൻകുളം അർജുനൻ, ഒന്ന് പുത്തൻകുളം മോദി, അങ്ങനെയാണെന്ന് തോന്നുന്നു. പേര് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. അപ്പോൾ 3 പേരുണ്ട്. അതിൽ മൂന്നാമത് വന്നവനായിരുന്നു ചെറിയൊരു കുറുമ്പൻ കേട്ടോ. മേളിൽ അവർ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആനയ്ക്ക് കുടിക്കാനും പുറത്ത് തളിക്കാനൊക്കെ. അപ്പോൾ മൂന്നാമത് വന്നവൻ കുറച്ച് വെള്ളച്ചിലെടുത്ത രീതിയിലായിരുന്നു കേട്ടോ. അതായത് പുറത്ത് മേളിലിരിക്കുന്നവരെ പുറത്തൊക്കെ വെള്ളമാക്കി. അതുപോലെ കുറേ നേരം അവിടെ ഇതുപോലെ വെള്ളം കുടിക്കുകയും വെള്ളം ചീറ്റിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നോസ് ഇതെല്ലാം നോക്കി ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കാത്തിരുന്നൊരു എഴുന്നള്ളത്തും അങ്ങനെ തീർന്നു. ഇനി ഉത്സവങ്ങളുടെ കാലമാണല്ലോ. അപ്പോൾ എഴുന്നള്ളത്ത് പോയതിനു ശേഷം ഇതുപോലെ എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ വരുമല്ലോ കുട്ടികളെ ആകർഷിക്കാൻ. ഇവിടെ അത് ആകർഷിച്ചത് അച്ഛനെയാണ് കേട്ടോ. മറ്റൊരു വീഡിയോയും വരാം. ബൈ ബൈ.